ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഇന്ന് ശരിക്കും ഇവിടെ വരണം എന്ന് പ്ലാൻ ചെയ്തതല്ല. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സ് ക്യാപിറ്റോൾ ഉള്ളത്, കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പോൾ റിച്ചുവിനെ അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും റിച്ചുവിനെ ഞാൻ ചാച്ചൻ്റെ കൂടെ കിഡ്സ് ക്യാപിറ്റോളിലും വിട്ടു. ഞാനും മമ്മിയും കൂടെ സ്റ്റുഡിയോയിൽ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് എടുക്കാനും അല്ലെങ്കിലും വെറുതെ ഈ ഒരു തുണിക്കടയിലൊക്കെ വന്നിങ്ങനെ ഡ്രസ്സിൻ്റെ വിലയൊക്കെ നോക്കി, ഡ്രസ്സിൻ്റെ പുതിയ ട്രെൻഡൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ നടക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്, ഭയങ്കര ഒരു റിലാക്സിങ് കാര്യമാണ്. പണ്ട് ഞാൻ താമസിച്ചിരുന്നത് കാക്കനാട് ചിറ്റേത്തുകരയിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു സ്റ്റുഡിയോയും മാക്സും വെസ്റ്റ് സൈഡും. അപ്പോൾ ഞാൻ എല്ലാ വീക്കെൻഡിലും അവിടെ പോയി ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സ്ഥലം മാറി ഇപ്പം വീട് വച്ചേക്കുന്ന സ്ഥലത്തിലുണ്ട് അടുത്തോട്ട് വന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും പോകാറൊന്നുമില്ല ഡ്രസ്സ് നോക്കാനായിട്ട്. പിന്നെ മെയിൻലി ഞാൻ മിന്ത്രയിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ സ്റ്റുഡിയോയിലൊക്കെ പോയാലെങ്ങാനും വാങ്ങിച്ചാലേ ഉള്ളൂ. ഞാൻ കാക്കനാട്ടുള്ള സ്റ്റുഡിയോയിലാണ് ഇപ്പോഴും പോകാറ്. പിന്നെ ഇവിടെ കിഡ്സ് ക്യാപിറ്റോൾ വരുവാണെന്നെങ്കിലാണ് മാത്രം തൃപ്പൂണിത്തുറയുള്ള സ്റ്റുഡിയോയിൽ പോകാറുള്ളത്. റിച്ചുവിന് മിക്കവാറും ടീഷർട്ടും പാൻറ്റും എല്ലാം വാങ്ങിക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇന്ന് സൺഡേ ആയിരുന്നെങ്കിലും അവിടെ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചില സമയത്ത് ഭയങ്കര തിരക്കാണ്. ഒരുപാട് തിരക്കുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി നടക്കാനൊരു രസം ഉണ്ടാവില്ല. അപ്പം തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്നൊരു ടോപ്പും പാൻറ്റും വാങ്ങിച്ചതേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. 1 മണിക്കൂറാണ് റിച്ചുവിന് കിഡ്സ് ക്യാപിറ്റോളിൽ പ്ലേ ടൈം. അപ്പോൾ ആ 1 മണിക്കൂർ ഇവിടെ സ്റ്റുഡിയോയിലും മാക്സിലും ഒക്കെ കറങ്ങി നടക്കാമെന്ന് ഓർത്തു. കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു പാൻറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കിട്ടിയില്ല. ഈ ഒരു യെല്ലോ ഡ്രസ്സില്ലേ, ഇത് ഞാൻ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു യെല്ലോ ഡ്രസ്സും പിന്നെ പാൻറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാക്കനാട് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അടുത്തത് മാക്സിൽ വന്നേക്കാണ്. സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റാണ് മാക്സ്. ഇവിടുന്ന് ഞാനൊരു ലെഗിൻസ് വാങ്ങിച്ചായിരുന്നു, അല്ലാതെ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. പക്ഷെ കൊള്ളായിരുന്നു, കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയതിൻ്റെ അന്നേരം മുതലുള്ളൊരു പ്രശ്നമാണ്, കടയിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇതിലും റേറ്റ് കുറഞ്ഞതുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. മിന്ത്രയിൽ നിന്ന് എടുക്കാം മിന്ത്രയെ നോക്കിയിട്ട് പിന്നെ വന്നെടുക്കാം, അങ്ങനൊരു ചിന്തയാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇത് കാണുമ്പോൾ ഓർക്കും മിന്ത്രയിൽ നോക്കിയിട്ട് പിന്നെ വരാം. ഞാൻ ഓർക്കുമായിരുന്നു പണ്ട് എംടെക്കിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതുപോലെ റിലയൻസ് ട്രെൻഡ്സിലും ഒക്കെ പോവും. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ഒരുപോലെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവും, അവസാനം ഡ്രസ്സ് എടുക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ ഓരോ ഓർമ്മകൾ. അതൊക്കെ പോട്ടെ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇവിടെ കിഡ്സ് ക്യാപിറ്റോളിൽ വന്നു. റിച്ചുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ പോയി. എൻ്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞായറാഴ്ചത്തെ വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.